എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിലിം നോയറിനെ കുറിച്ചാണ്. നിങ്ങൾ ഓൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇരുണ്ട റോഡ്, മഴയുള്ള രാത്രി, ക്രൈം, മിസ്റ്ററി, സസ്പെൻസ് ഇതൊക്കെ കണ്ടാൽ അതിനെ ഫിലിം നോയർ എന്ന് വിളിക്കാം. ഫിലിം നോയർ ഒരു സിനിമ സ്റ്റൈലാണ്. ഇത് 1940s-ലും 1950s-ലും ഹോളിവുഡിൽ വളരെ പോപ്പുലർ ആയിരുന്നു. നോയർ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം കറുപ്പ് അല്ലെങ്കിൽ ഇരുട്ട് എന്നാണ്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. കാരണം ഈ സിനിമകളുടെ ലുക്കും കഥയും ഇരുണ്ടിട്ടായിരിക്കും. ഈ സിനിമകളിൽ അധികം ക്രൈം, മിസ്റ്ററി, ബിട്രിയൽ, ഡേഞ്ചർ എന്നിവയാണ് കാണിക്കുന്നത്. മെയിൻ ക്യാരക്ടർ സാധാരണ ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു സാധാരണ ആളായിരിക്കും. അവർ പെർഫെക്റ്റ് ഹീറോ അല്ല. അവരും തെറ്റുകൾ ചെയ്യും. പക്ഷെ സത്യം കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കും. ഫിലിം നോയറിൽ ഫെമെ ഫാറ്റൽ എന്നൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഉണ്ട്. അവൾ സുന്ദരിയും ബുദ്ധിമതിയും ആയിരിക്കും. പക്ഷെ അവൾ സ്വന്തം ലക്ഷ്യം നേടാൻ ഹീറോനെ ചതിക്കുകയോ അല്ലെങ്കിൽ വഴി തെറ്റിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് സ്റ്റോറി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. ഫിലിം നോയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കാഴ്ച രീതിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ്, കുറഞ്ഞ വെളിച്ചം, വലിയ നിഴലുകൾ, മഴയുള്ള രാത്രികൾ, ശൂന്യമായ റോഡുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു സസ്പെൻസ് ഫീൽ ഉണ്ടാക്കുന്നു. ഇത് ഓഡിയൻസിനെ സ്റ്റോറിയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു. ഈ സിനിമകളിൽ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, വഞ്ചന, ലോൺലിനെസ്, ക്രൈം എന്നിവയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നല്ലവനും കെട്ടവനും എന്നല്ല സിമ്പിൾ ഐഡിയ അല്ല ഇവിടെ. ഒരു മനുഷ്യനിൽ രണ്ടും ഉണ്ടാകും എന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. ദ മാൾട്ടീസ് ഫാൽക്കൺ, ദ ഡബിൾ ഇൻഡെംനിറ്റി, ദ ബിഗ് സ്ലീപ്പ് പോലുള്ള സിനിമകൾ ഫിലിം നോയറിന്റെ നല്ല എക്സാമ്പിൾസ് ആണ്. ഇന്നും പല ക്രൈം അല്ലെങ്കിൽ ത്രില്ലർ സിനിമകൾ ഈ സ്റ്റൈലിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു. സിമ്പിളായി പറഞ്ഞ ഫിലിം നോയർ എന്ന് പറയുന്നത് ഇരുണ്ട അറ്റ്മോസ്ഫിയർ, ക്രൈം, മിസ്റ്ററി, സസ്പെൻസ്, റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് എന്നിവയെ ചേർന്ന ഒരു സിനിമ സ്റ്റൈലാണ്. അതിന്റെ യൂണിക് പ്രസന്റേഷൻ കൊണ്ട് ഇന്ന് വരെ സിനിമാ ലോകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.